അമ്മ എനിക്ക് കൊണ്ടുവന്നു ഇതിനടുത്തൂടെ കൊണ്ടുവച്ചിരുന്നു തേങ്ങയും ഉണ്ട്. ഞാൻ അപ്പം എൻ്റെ കാര്യം പറയുന്നത് ഇങ്ങോട്ട് വെക്കല്ലോ, വണ്ടി കയറ്റി വിടണ്ടേ. ഇവിടെ വെക്കാറുണ്ടായിരുമ്പക്ക് പക്ഷെ അത് വീട്ടിൽ മാറ്റി വെക്കാൻ വീട്ടിൽ മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് ഇരുന്നൂറ്റൊമ്പത് ചട്ടി മേടിക്കാറുണ്ട്. ചട്ടി മേടിക്കും. വന്നു. മോനുവിനെ വിളിക്കാൻ അങ്ങോട്ട് നടക്കുവാ ഞാൻ. ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഉണ്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരും. ഇന്ന് വലിയ മഴയൊന്നുമില്ലായിരുന്നു, നല്ല തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. വരുന്നുണ്ട് പാട്ടൊക്കെ പാടി. എന്തുവാടാ എന്തുവാടാ? അയ്യോ, നടക്കുന്നത് കുറവായിപ്പോ. അതുകൊണ്ട് ചെടി നട്ടമ്മ. അല്ലെ അത് ഉണങ്ങി പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ നട്ട്. അമ്മ വരുന്നില്ല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മയുടെ ഇടയ്ക്കിലോട്ട് പോയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അമ്മമ്മയെ കണ്ടിട്ട് വരണം. സ്കൂളിൽ നിന്ന് വന്ന് അമ്മമ്മയെ കണ്ടില്ലെന്ന് തോന്നുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡ് മേടിച്ചു, ഒരു പാക്കറ്റ് പാല് മേടിച്ചു. മോൻകുട്ടന് ചായ കൊടുക്കണമല്ലോ. പിന്നെ ഇന്നത്ര പതിവ് പോലെ ഇന്നത്ര സുഖമുള്ള ദിവസം അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് തലയ്ക്കകത്ത് പെരുപ്പും വേദനയും അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു. ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ ഇന്ന് ചോറും കറികളും ഒന്നും ഇരിപ്പില്ല. ചോറ് വെക്കണം. പിന്നെ മീൻ സുചിച്ചെടുക്കാൻ കൊണ്ടുവന്ന് ഞാൻ അമ്മയെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അമ്മ ഇന്ന് അത് എടുത്തൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് കഞ്ഞിയും വേറെ വല്ലതും ആക്കാം എന്ന് വിചാരിച്ച്. പിന്നെ എന്തുവാ, അല്ലെങ്കിൽ പിന്നെ ചോറ് വെച്ചാൽ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ ഇരിക്കണം. എനിക്കൊരു ഉഷാറില്ല. അതുകൊണ്ട് കഞ്ഞിയാക്കാം, പയറുതോരനും വെക്കാം. അതേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ടു. മെഡിസിൻ മേടിക്കാൻ വന്നതാണ്. ഒരാൾ ചോദിച്ചു അമ്മക്കിളി എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ശരിക്കും ഒന്നും മിണ്ടാനും ആരോടും ചിരിക്കാനും ഒന്നും ഉള്ളൊരു മനസ്സോടെ അല്ല ഞാൻ ഇന്നവിടെ ഇരുന്നത്. എൻ്റെ കൂടെ ഈ തലയ്ക്കകത്ത് ഈ നമ്മുടെ സ്ട്രെസ് കാരണമായിരിക്കാം ഒരു വെളിവില്ല. പിന്നെ എന്തൊന്നും ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വലിയ ഉഷാറുള്ള വീഡിയോ അല്ലെന്ന് ഞാൻ ഇപ്പോഴേ പറയാം കേട്ടോ. ഞാനിനി ഇപ്പോൾ വരാം. കുളിയും ജപമൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. ഞാൻ ഒന്നും വെച്ചില്ല പ്രിയങ്ങൾ, എനിക്ക് വയ്യ. തലയ്ക്കകത്ത് പെരുത്തിട്ട് എനിക്കങ്ങ് നേരെ നിൽക്കാൻ വയ്യ. അവിടെ നിന്ന് കുറേ പേരയ്ക്ക കൊണ്ടുവന്നായിരുന്നു. ഞാനത് കഴുകാൻ ഇങ്ങോട്ട് ഇട്ടത്. ഉപ്പിലിടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, ഒന്നും നടന്നില്ല. ഇന്നിപ്പം രാത്രി കുറച്ച് ഉപ്പ് വെള്ളം നമുക്ക് തിളപ്പിച്ച് വെക്കാം. എന്നിട്ട് രാവിലത്തേക്ക് തണുത്തിരിക്കുമല്ലോ. എന്നിട്ട് ഇത് അരിഞ്ഞ് അതിനകത്തിടാം.
ഞാനൊരു 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ, എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാം, അതേ നടക്കും. നമ്മുടെ ഫാർമസിയിൽ ഇരുന്ന് ഞാനിങ്ങനെ ഒരുമാതിരി മന്ദതയിലിരിക്കുമായിരുന്നു. അത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ, വളരെ കുറച്ച് പേര്. അപ്പോൾ അവരോട് നമുക്കൊന്നും പറയാനില്ല, ദൈവം എല്ലാം കാണുന്നുണ്ട്. സന്തോഷങ്ങൾ മാത്രമല്ല, സങ്കടങ്ങൾ അനുഭവിക്കാൻ ശീലിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ തരണം ചെയ്യും കേട്ടോ. ഞാൻ ഒന്ന് കിടക്കട്ടെ. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ലൊക്കേഷനൊക്കെ മാറി എങ്ങോട്ടൊക്കെയോ കറങ്ങിപ്പോയി. ഞാൻ പിന്നെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വരുമായിരിക്കും. ഏതോ വീട്ടിൽ നിൽക്കുക. മോനിക്കുട്ടൻ വിശക്കുന്നൊക്കെ പറഞ്ഞു തുടങ്ങി. 8 മണിയായി കേട്ടോ. ഏതോ വീട്ടിൽ നിൽക്കുകയാണെന്ന്. വരുന്നുണ്ട്, അവസാനം കറങ്ങിത്തിരിഞ്ഞ്. നമ്മുടെ പാഴ്സൽ ഇതേ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. അമ്മയൊന്നും കഴിച്ചിട്ടില്ല, അപ്പം അമ്മയ്ക്ക് വിളിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ഇച്ചിരി കപ്പ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ കപ്പ ബിരിയാണിയും നമ്മുടെ കൊത്തു പൊറോട്ടയും രണ്ടും ഓരോ പാഴ്സൽ കേട്ടോ. അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു വിടാം. നല്ല കപ്പ ബിരിയാണി സൂപ്പറാണ്, ചൂടാണ്. കപ്പ ബിരിയാണി ഇച്ചിരി കൊടു. അമ്മ ഗോതമ്പ് കഞ്ഞി വെച്ചോന്ന് അറിയത്തില്ല, അതൊന്നും വെച്ചില്ലെന്നല്ലേ പറഞ്ഞു. അമ്മമ്മയ്ക്ക് കൊടുത്തരും. ഇവിടെ നിൽക്കാം റോഡില്. പോസ്റ്റേലെ ലൈറ്റ് കത്തുന്നില്ല, കുറച്ച് ദിവസമായി, എല്ലാം അടിച്ചു പോയി. അയ്യോ, അതിനകത്തുണ്ട് സ്പൂണ്. ഞങ്ങൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. ബിരിയാണി, കപ്പ ബിരിയാണി, കൊത്ത് പൊറോട്ട, കൊത്തു പൊറോട്ട പറയും. നിങ്ങൾ ഇറങ്ങി കേൾക്കുന്നു, ഞാൻ എന്റെ വീടാണ് പറയും. കൊള്ളാം, അടി ഉഗ്രനാണ്. ഉഗ്രനാണ്, ഉഗ്രൻ. കണ്ടിട്ടില്ല. ഇടങ്ങേറെ പിടിച്ചൊരു ദിവസമായിരുന്നു, എന്നോട് സാറേ ക്ഷമിക്കുക. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇച്ചിരി കപ്പ എടുത്തത് കേട്ടോ. അത്താഴം ഇതാണ്. കഴിക്കട്ടെ കേട്ടോ. മോനിക്കുട്ടൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പ്രിയങ്ങളെ. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.